പി ജെ കുര്യൻ ശരിയോ എന്നാണ് ചോദ്യം. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ യുവജന സംഘടനയുടെ ശേഷി നിങ്ങൾ അളക്കുന്നത് എങ്ങനെയാണ്? എല്ലാ ദിവസവും റോഡിൽ നിങ്ങൾ ഗതാഗതം സ്തംഭിപ്പിക്കുന്നു, പോലീസിനെ അങ്ങോട്ട് പ്രകോപിപ്പിച്ച് പോലീസിൽ നിന്ന് അടി വാങ്ങിക്കുന്നു, ജനജീവിതം സ്തംഭിച്ചുകൊണ്ട് എല്ലാ ദിവസവും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു. ഇത് ഒരു മാർഗമായി പി ജെ കുര്യന് തോന്നിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നത്. കാരണം SFI യൂണിവേഴ്സിറ്റിയിലേക്ക് ഇരച്ചു കയറുന്ന ആ ഒരു ദൃശ്യമാണ് അദ്ദേഹത്തെ ഹഠാതെ ആകർഷിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. SFI യൂണിവേഴ്സിറ്റിയിൽ കാണിച്ചത് കണ്ടില്ലേ എന്നാണ് പി ജെ കുര്യൻ ചോദിച്ചത്. അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനാണ്. ആ അധ്യാപകനാണ് അദ്ദേഹത്തിന് ഈ പ്രതിഷേധം ഇഷ്ടപ്പെട്ടു. പക്ഷേ പി ജെ കുര്യൻ അങ്ങനെ പറഞ്ഞതിനകത്ത് ചിലപ്പോൾ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ രാഷ്ട്രീയമൊക്കെ കാണും. പക്ഷേ പി ജെ കുര്യൻ പറഞ്ഞതിനൊരു നിമിത്തമായി എടുത്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ യുവജന സംഘടനകളുടെ ശേഷിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിലാണല്ലോ ഈ അവസരം. DYFI എന്ന് പറയുന്ന ഭരണപക്ഷത്തുള്ള സംഘടനയുടെ പാർട്ടിയുടെ യുവജന സംഘടന കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലില്ല. അവർ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണവും രക്തദാന ക്യാമ്പുകളും അങ്ങനെ പല കാര്യങ്ങളും നടത്തി കഴിഞ്ഞ 10 വർഷമായി ഈ സമൂഹത്തിൽ തന്നെയുണ്ട്. അവരാരും സജീവമല്ല എന്ന് പറഞ്ഞിട്ടില്ല. അവർക്കാണ് സത്യത്തിൽ ഭരണപക്ഷത്തുള്ള ഈ DYFIക്കാണ് സജീവമായി പ്രവർത്തകരെ നിർത്താൻ നമ്മൾക്ക് അറിയാവുന്ന പ്രതിഷേധങ്ങളൊന്നും കാണിക്കാൻ അവസരമില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്. യൂത്ത് കോൺഗ്രസ്സിന് അങ്ങനെയല്ല. യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്താണ്. വളരെ കാര്യമായി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അതിനുശേഷം VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും വലിയ പ്രതിഷേധ സമരങ്ങൾ നടത്തിയവരാണ്. രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തുന്നു, വൈകുന്നേരമാകുമ്പോഴേക്കും വൈകുന്നേരം തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ, കോഴിക്കോടൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. അത് നമ്മൾ കണ്ടതാണ്. VD സതീശൻ്റെ കാലത്തും അങ്ങനെയുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ കേരള യാത്രക്കിടയിൽ വലിയ പ്രതിഷേധങ്ങളും വലിയ മർദ്ദനങ്ങളും ഏറ്റുവാങ്ങുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് എന്തോ പറ്റി എന്നാണല്ലോ ശ്രീ കുര്യൻ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാവേണ്ടത്. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കാം. ആ സംഘടനയ്ക്കകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിക്കുമ്പോൾ 2-3 ദിവസം വളരെ സജീവമായി യൂത്ത് കോൺഗ്രസ് സമരരംഗത്തുണ്ട്. പെട്ടെന്ന് ആ സമരം ഇല്ലാതാകുന്നു. നമ്മളൊക്കെ തന്നെ അത്ഭുതപ്പെട്ടു പോയിരുന്നു. ഇതെന്തു പറ്റി, കാണുന്നില്ലല്ലോ ഇവരെ, നമ്മൾ ആലോചിച്ച് പോയതാണ്. ആ സമയത്ത് കേരള രാഷ്ട്രീയത്തിൽ സമൂഹത്തിൽ മറ്റൊരു കാര്യവും കൂടി സംഭവിച്ചിരുന്നു. അത് കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഭാരതാംബ വിവാദമായിരുന്നു. എന്ന് മാത്രമല്ല, ബിന്ദുവിൻ്റെ കുടുംബത്തിന് ധനസഹായം കൊടുക്കുകയും കുടുംബത്തിലൊരാൾക്ക് പണം ജോലി കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഇടതുമുന്നണി സർക്കാർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. തൊട്ടിപ്പുറത്ത് ഭാരതാംബ വിവാദം വരുന്നു. നോക്കൂ, ഭാരതാംബ വിവാദം ഒരു സ്വകാര്യ ചടങ്ങിൽ ഗവർണർ പങ്കെടുത്തു, അത് വലിയ കുഴപ്പമായി പോയി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു സമരമാണ്. അത് എന്തൊരു തോന്നിയവാസമാണെന്ന് പലരും പറയുകയും പൊതുസമൂഹത്തിൽ തന്നെ അങ്ങനെ ഒരു ചർച്ചയും നടന്നതാണ്. പക്ഷേ SFI ആ വിഷയത്തെ വളരെ സമർത്ഥമായി ഉപയോഗിക്കുകയും അത് കേരള യൂണിവേഴ്സിറ്റിയിലെ എന്തോ ഒരു ഭരണ പ്രതിസന്ധിയായി മാറ്റുകയും കേരള യൂണിവേഴ്സിറ്റിക്ക് എന്തോ കുഴപ്പം പറ്റി എന്ന മട്ടിലാക്കി മാറ്റുകയും ചെയ്തു. അതാണ് പി ജെ കുര്യൻ പറഞ്ഞ SFIയുടെ കേരള യൂണിവേഴ്സിറ്റി സമരം. പക്ഷേ നോക്കൂ, രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ്. ഒരാഴ്ച മുമ്പ് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ വലിയ പ്രതിസന്ധി ഇന്ന് നമ്മൾ ചർച്ച ചെയ്തതേയില്ല. അത് മാറി വിഷയം വേറെ ഒന്നിലേക്ക് തിരിഞ്ഞു. അവിടെ സ്കോർ ചെയ്യാൻ SFIക്ക് തൊട്ട് പിന്നാലെ DYFIക്ക് ഒക്കെ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്യുമായിരുന്നു? യൂത്ത് കോൺഗ്രസിനെ നമ്മൾ കണ്ടില്ല, ഇവിടെ ഒന്നും ഇല്ല യൂത്ത് കോൺഗ്രസ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് പതുക്കെ ഡിഫൻസിലേക്ക് മാറുകയാണ്. 10 വർഷമായി പ്രതിപക്ഷത്തുള്ള ഒരു യുവജന സംഘടനയ്ക്കാണ് ഈ അവസ്ഥ എന്ന് ആലോചിക്കണം. ഇപ്പുറത്ത് സമരമേ ചെയ്യാത്ത SFIയും DYFIയും ഒക്കെയാണ്, പൊതിച്ചോറ് പരിപാടിയൊക്കെ ചെയ്യുന്ന സംഘടനകളാണ് ഈ സമരവുമായി പെട്ടെന്ന് ഇറങ്ങുന്നത്. അവിടെ ഒരു പാളിച്ച പറ്റി തുടങ്ങുമ്പോഴാണ് അടുത്ത സാധ്യത വരുന്നു. കീം പരീക്ഷയിൽ സംസ്ഥാന സർക്കാരിൽ നിന്നും മണ്ടത്തരം പറ്റുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതുപോലൊരു വിഡ്ഢിത്തം കാണിക്കാനില്ല. ആയിരക്കണക്കിന് കുട്ടികളുടെ ഭാവി അവതാളത്തിലാകുന്നു. വീണ്ടും രാഷ്ട്രീയത്തിലെ സുവർണ അവസരം വരികയാണ്. KSU ആണ് ഇറങ്ങേണ്ടത്, യൂത്ത് കോൺഗ്രസ് അല്ല. KSUവിനെ നമ്മൾ കാണുന്നില്ല, അഥവാ കാണേണ്ടതുപോലെ നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ കണ്ട സമരം അത് MSFൻ്റെയാണ്. ഇങ്ങനെയാണോ റോഡിലിറങ്ങി തള്ളണമെന്നൊക്കെ ഉള്ള രണ്ടാമത്തെ വിഷയം. എനിക്കിതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ കാണുന്നില്ല, ആ വിഷയം സജീവമായി നിൽക്കുന്നില്ല. അപ്പോഴേക്കും അടുത്ത വിഷയം വരുന്നു, കാൽ കഴുകൽ. അധ്യാപകൻ്റെ കാൽ കഴുകുന്നത് ശരിയോ തെറ്റോ? അപ്പോൾ തന്നെ DYFI ആ വിഷയം ഏറ്റുപിടിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഈ കാൽകഴുകൽ നടന്ന സ്ഥലത്തേക്ക് മാർച്ച് നടക്കുന്നു, യുവമോർച്ച അതിനെതിരെ വരുന്നു. 2 സംഘടനകളും ഒരു യുദ്ധത്തിൻ്റെ ഘട്ടം വരുത്തുന്നു. നാളെ വീണ്ടും DYFI മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അവിടെ കാണുന്നില്ല. കീം പരീക്ഷ ബന്ധപ്പെട്ട KSU അവിടെ കാണുന്നില്ല.
അവസരങ്ങൾ വരുന്ന സമയത്ത് ആ അവസരങ്ങളിൽ നിങ്ങളത് ഉപയോഗിക്കാൻ പറ്റാതെ പോയാൽ നിങ്ങൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട് എന്ന് തന്നെ വേണം തീരുമാനിക്കാൻ. ഇപ്പോൾ തൊട്ട് മുമ്പ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അടക്കം ജയിലിലാണ് കേട്ടോ. എക്സാക്ട്ലി. പക്ഷേ അത് എവിടെ ആ സമരത്തിൻ്റെ അലയൊലികൾ എവിടെ? ആ സമരം സജീവമായി നിർത്തുക എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഇവിടുത്തെ തീവ്ര ഇടതുപക്ഷ സംഘടനകളും സമരം നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു 2-3 പോസ്റ്ററുകൾ കോഴിക്കോട് ജില്ലയിൽ ഒട്ടിച്ചിരിക്കുന്നു. സമരം തന്നെയാണ്. പക്ഷേ ആ സമരമൊന്നും അത് തടവ് പുള്ളികളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊന്നും സജീവമായി വരുന്നില്ല. അപ്പോൾ ഉള്ള അവസരങ്ങൾ വന്ന് വീഴുമ്പോൾ അത് ഉപയോഗിക്കാതെ പോവുകയും ബാക്കിയുള്ളവർ അവസരങ്ങൾ ഉണ്ടാക്കി, അതായത് കേരള യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റിലെ സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദം ഉണ്ടാക്കിയെടുത്തൊരു വിഷയമാണ്. അതൊരു സ്വകാര്യ ചടങ്ങായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നോക്കൂ, അത് എവിടെ എത്തി നിൽക്കുന്നു, അത് എത്ര വലിയ ഗ്രാവിറ്റിയിലേക്ക് വളർന്നു. മെഡിക്കൽ കോളേജ് വിഷയം പോയി. കീം പരീക്ഷയിലും നമ്മൾ കാര്യമായി ഒന്നും കാണുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂനിന്മേൽ കുരു പോലെ ഒരു പ്രശ്നവും കൂടെ വരികയാണ്. ഉരുൾപൊട്ടലിൽ മരിച്ചുപോയ ജീവിതാവധി നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് വളരെ വലിയ ക്യാമ്പയിൻ നടത്തിയ കേരള സർക്കാർ, മുസ്ലിം ലീഗ്, യൂത്ത് കോൺഗ്രസ് അവർ 2.5 കോടിയാണ് ടാർഗറ്റ് ഇട്ടത്. അത്രേ ഞാൻ ആദ്യം കേട്ടത് 5 കോടിയെന്നോ മറ്റാണ്. പിന്നെയാണ് അത് 2.5 കോടിയാക്കി മാറ്റിയത്. എന്തോ ആട്ടെ, 88 ലക്ഷം രൂപയോ 1 കോടി രൂപയാണ് പിരിച്ചിരിക്കുന്നത്. 30 വീടുകളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇത് വീടിൻ്റെ കണക്കെടുത്താൽ മാത്രം പോരാ. ഈ ഭൂമി എവിടെ നിന്ന് കൊടുക്കും? ഭൂമി എവിടെ കിട്ടും? ഭൂമിയുടെ കാര്യം ഇതുവരെ ആയിട്ടില്ല. 1-ാം വാർഷികത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ഞങ്ങളത് പണി തുടങ്ങും എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിനോട് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ രേഖകൾ കാണിക്കാം, സൗകര്യമുണ്ടോ, വെല്ലുവിളിക്കുന്നു, ആകെ ബഹളമാണ്. അല്ലാതെ സമാധാനമായിരുന്ന ഈ സാധനം എന്താണെന്ന് വിശദീകരിക്കാനും പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്ന് മാത്രമല്ല, ഇത് വലിയ വാർത്തയാകുന്നതോടുകൂടി 11 ഭാരവാഹികളെ പദവിയിൽ നിന്ന് നീക്കുന്നു. അപ്പോൾ ഏതോ ഒരു മാധ്യമം വാർത്ത കൊടുത്തു അത്രേ ഇത് പണം തിരിമറി നടത്തിയതിനെക്കുറിച്ച് ഉള്ള നടപടിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുണ്ട്, ആലപ്പുഴയിൽ നിന്ന് വാർത്തയുണ്ട്, പണം തിരിമറിയെക്കുറിച്ചുള്ള പരാതികളുണ്ട്. ചുരുക്കത്തിൽ കിട്ടിയ അവസരങ്ങളൊന്നും ഉപയോഗിച്ചില്ലെന്ന് മാത്രമല്ല, പല കാര്യങ്ങളിലും ഡിഫൻസീവ് പൊസിഷനിലേക്ക് മാറുന്ന ഒരു യൂത്ത് കോൺഗ്രസിനെയാണ് നമ്മൾ കാണുന്നത്. ഈ സുവർണാവസരം എല്ലാ ദിവസവും വരില്ല. 3 മാസം കഴിഞ്ഞാൽ കേരളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 മാസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ഒരു 2 മാസത്തെ കണക്ക് മാത്രം എടുത്താൽ മതി, കിട്ടിയ അവസരങ്ങളൊന്നും കാര്യമായി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ സംഘടന പോയി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. PJ കുര്യൻ ഇത് പറയുന്നതിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ ആ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. തെരുവിലിറങ്ങി തല്ലിയോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു വിഷയത്തിൽ സജീവമായി നിൽക്കാനും ആ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞില്ല എന്നുള്ളത് സംഘടന സ്വയം വിമർശനമായി ഏറ്റെടുക്കണം. ഇനിയും സമയമുണ്ട്. Meet the editors.